നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 100 എന്നർത്ഥം. എനിക്കറിയില്ല ഭഗവാൻ എന്നെ എവിടേക്ക് എത്തിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ആദ്യം ഞാൻ ഉപദേശം വാങ്ങിയതൊക്കെ കിളിപ്പാട്ട് ഭാഗവതമാണ്. അത് കഴിഞ്ഞ് സന്തുഷ്ടപ്രകാരം സ്വാധ്യായം ചെയ്തിട്ടാണ് ഭാഗവതം മൂലം സപ്താഹം 2001 മുതൽക്ക് തുടങ്ങിയത്. എനിക്ക് ഗുരുനാഥൻ സമ്മാനം തന്നത് കരുനാഗപ്പള്ളി എന്താ പറയുക, പേരോർമ്മ വരില്ല, കൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ ഭാഗവതമാണ്. അത് കഴിഞ്ഞ് സുബ്രഹ്മണ്യൻ തിരുമുവിൻ്റെ ഭാഗവതം ഞാൻ യൂട്യൂബായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു നിയോഗം മൂലം ഭാഗവതം പറയാം, ആയിക്കോട്ടെ. അപ്പോൾ ചിരിച്ചത് ഇതെങ്ങനെ അവസാനിക്കാതിരിക്കറിയില്ല. അതിൽ താല്പര്യമുള്ളവർ വേണ്ടേ. എന്നാലും നമ്മൾ കർമ്മം ചെയ്യുക, നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരുന്നത് ഈശ്വരനല്ലോ. അപ്പോൾ 100ാമത്തേന്ന് പറയുമ്പോൾ ഒരു നാഴികക്കല്ല്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 9ാം അധ്യായത്തിൽ 27ാമത്തെ ശ്ലോകം എന്ന് പറയേണ്ടത്, ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശാം സ്ത്രീധർമാൻ ഭഗവത് ധർമാൻ സമാസവ്യാസയോഗതാം. ഈ 1-2 അധ്യായങ്ങൾ മഹാഭാരതം പഠിച്ചാലുണ്ടാവുന്ന ഗരിമ കിട്ടും. കാരണം മഹാഭാരതത്തിലും പ്രധാന കഥാപാത്രം ഭീഷ്മപിതാമഹനാണ്. അപ്പോൾ ആ ഭീഷ്മപിതാമഹൻ കൃഷ്ണൻ്റെ സവിധത്തിൽ ധർമ്മപുത്രർക്ക് കൊടുക്കുന്ന അതിഗംഭീരമായുള്ള ഉപദേശക്രമങ്ങളാണത്. അതുകൊണ്ട് ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശാ സ്ത്രീധർമാൻ ഭഗവത് ധർമാൻ സമാസവ്യാസയോഗതാം. അപ്പോൾ ദാനധർമ്മങ്ങളെയും രാജധർമ്മങ്ങളെയും മോക്ഷധർമ്മങ്ങളെയും വെവ്വേറെ, സ്ത്രീകളുടെ ധർമ്മങ്ങളെയും ഭഗവത് പ്രീതി വരുത്തുന്ന ധർമ്മങ്ങളെയും ചുരുക്കമായും വിസ്തരിച്ചും, ചിലത് ചുരുക്കിയിട്ടും ചിലത് വിസ്തരിച്ചും പറയണമെന്നാണ് പറഞ്ഞത്. ദാനധർമ്മങ്ങൾ, രാജധർമ്മങ്ങൾ, മോക്ഷധർമ്മങ്ങൾ, സ്ത്രീധർമ്മങ്ങൾ, ഭഗവാനെ സേവിക്കുന്നവരുടെ ധർമ്മങ്ങൾ എന്നിവയെ ഓരോന്നിനെ വെവ്വേറെ സംക്ഷേപിച്ചും വിസ്തരിച്ചും ഭീഷ്മർ എന്ത് ചെയ്തു, വിവരിച്ചു, വർണ്ണിച്ചു എന്ന് പറയണം. അത് കഴിഞ്ഞാൽ 28ാമത്തെ ശ്ലോകമാണ്. അതെന്താ, ധർമാർത്ഥ കാമമോക്ഷാംശ സഹോപായാന്യധാമുനെ നാനാഖ്യ ന ഇതിഹാസേഷു വർണ്ണയാമാസ തത്വവിത്. അതാണ് പ്രധാനം. ധർമാർത്ഥ കാമമോക്ഷാംശ സഹോപായാന്യധാമുനെ നാനാഖ്യാൻ ഇതിഹാസേഷു വർണ്ണയാമാസ തത്വവിത്. അതിൻ്റെ അർത്ഥം, അല്ലയോ ശൗനകമുനെ. അപ്പോൾ സൂതൻ ശൗനകമുനോട് പറയുന്ന പോലെ ഉപായങ്ങളോടുകൂടിയ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയെയും അനേക വിധത്തിലുള്ള കഥകൾ, ഇതിഹാസങ്ങൾ ഇവയിൽ എങ്ങനെയോ തത്വത്തെ അറിഞ്ഞിരിക്കുന്ന ഭീഷ്മർ. ഇപ്പം നമ്മൾ പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിച്ചു പറഞ്ഞിട്ടായില്ല, തത്വത്തെ അറിയണം, തത്വങ്ങൾ അറിയണം. തത്വങ്ങളെ അറിഞ്ഞാൽ മാത്രം മതിയോ, പോരാ. തത്വങ്ങളെ പ്രണയിക്കണം, തത്വങ്ങളെ ജീവിത സന്ധാരണത്തിൽ പ്രയോഗിക്കണം. പ്രയോഗത്തിൽ വരാത്ത തത്വങ്ങളെ തത്തമ്മേ പൂച്ച പൂച്ച പറഞ്ഞ മാതിരിയാവും, അത് പാടില്ല. തത്വങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് മോക്ഷം സംഭവിക്കുള്ളൂ. അപ്പോൾ ഭീഷ്മരെ അപ്രകാരം ശരിയായി വർണ്ണിച്ചു എന്നാ. ഇതാരാ പറഞ്ഞത്? വ്യാസരാണ് പറഞ്ഞത്. ഏത്? ഇദ്ദേഹം വേണ്ട പോലെ ഉപന്യസിച്ചു. തത്വത്തെ അറിഞ്ഞിരിക്കുന്ന ഭീഷ്മാചാര്യർ ധർമാർത്ഥകാമമോക്ഷങ്ങളുടെ സൂക്ഷ്മ സ്വഭാവങ്ങളെയും, അതായത്
സൂക്ഷ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പെറൻസി, ധവളപത്രം, അവയെ സമ്പാദിക്കുവാനുള്ള ഉപായങ്ങളെയും അനേകവിധ കഥകൾ, ഇതിഹാസങ്ങൾ ഇവകളെയും ഉദാഹരിച്ചു വർണ്ണിച്ചു. ഉദാഹരണങ്ങൾ പറയാതെ കണ്ട് വർണ്ണന നടക്കില്ല, ഏത് കാര്യത്തിനും അതെ. അടുത്ത ശ്ലോകം 29. ധർമ്മം പ്രവദസ്തസ്യ സകാല പ്രത്യുപസ്ഥിത യോ യോഗിനശ്ചന്ദമൃത്യോർ വാഞ്ചിതസ്തു ഉത്തരായണ. ധർമ്മം പ്രവദസ്തസ്യ സകാല പ്രത്യുപസ്ഥിത യോ യോഗിനശ്ചന്ദമൃത്യോർ വാഞ്ചിതസ്തു ഉത്തരായണ. ഉത്തരായണം വരെ സംസാരിച്ചു എന്നാണ് പറഞ്ഞതേ. ധർമ്മത്തെ വിസ്തരിച്ചു പറയുന്ന ഭീഷ്മരുടെ ആ കാലമാകട്ടെ സമീപിച്ചു. ഏത് കാലം? ഉത്തരായണ കാലം. ഇച്ഛാനുസരണം മരിക്കുന്ന യോഗിയുടെ ആഗ്രഹമുള്ള യാതൊരു ഉത്തരായണം വരെ പ്രഭാഷണം അല്ലെങ്കിൽ ഉപദേശം നീണ്ടു എന്ന് പറയണം. അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ, ധർമ്മത്തെ വിശേഷമായി ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ഭീഷ്മർക്ക് ഇഷ്ടപ്രകാരം മരിപ്പാൻ തക്ക വിധം യോഗാഭ്യാസം ഉള്ളവരായ മഹാത്മാക്കൾ, യോഗാഭ്യാസത്തിൽ നിന്നാണ് അത് സംഭവിക്കുന്നത്, മരിപ്പാൻ ആഗ്രഹിക്കുന്ന കാലമായ ഉത്തരായണം വന്നു ചേർന്നു. ഭീഷ്മർ ഇഷ്ടമുള്ളപ്പോൾ മരിപ്പാൻ കഴിവുള്ള മഹാനാണ്. ഉത്തരായണ കാലത്തിൽ മരിക്കുന്ന യോഗികൾ പിന്നെ ജനിക്കുന്നവരല്ല, ആ കാലം വന്നു ചേർന്നു എന്ന് സാരം. ഇനി 30-ാമത്തെ ശ്ലോകം 4 വരി ശ്ലോക, ശ്രദ്ധിക്കുക. തതോപസംഹൃത്യ ഗിര സഹസ്രണീർ വിമുക്ത സംഗം മന ആദിപുരുഷേ കൃഷ്ണേ ലസൽപീതപടേ ചതുർഭുജേ പുരസ്ഥിതേ അമീലിത ദൃഗ്വ്യധാരയത്. തതോപസംഹൃത്യ ഗിരസഹസ്രണീർവിമുക്തസംഗം മന ആദിപുരുഷേ കൃഷ്ണേ ലസത്പീതപടേ ചതുർഭുജേ പുരസ്ഥിതേ അമീലിത ദൃഗ്വ്യധാരയത്. സഹസ്രം രതികളെ സംരക്ഷിക്കുന്നവൻ. സഹസ്രം 1000 സഹസ്രനാമം. സഹസ്രം രതികളെ, രഥത്തിലുള്ള വില്ലാളി വീരന്മാരെ സംരക്ഷിക്കുന്നവൻ എന്നാണെങ്കിൽ അനേക വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് ഗിര എന്ന പദത്തിൽ വിശേഷണമാക്കണം. അപ്പോൾ വാക്കുകളെ ഉപസംഹരിച്ചിട്ട് ശോഭിക്കുന്ന മഞ്ഞപ്പട്ടോടുകൂടിയും 4 കൈകളോടുകൂടിയും ഇരിക്കുന്നവനും മുമ്പിൽ സ്ഥിതി ചെയ്യുന്നവനും ആദിയിലുള്ള, അതായത് അനാദികാലം ആദിയിലുള്ള പുരുഷനുമായ കൃഷ്ണനിൽ അന്യത്തിൽ ചേർച്ചയില്ലാത്തതുമായ മനസ്സിനെ കണ്ണടയ്ക്കാത്തവനായിട്ട് വിധാരണം ചെയ്തു. വിശേഷേണ ധാരണം ചെയ്തു എന്നാ. ഇനി പുറത്തു പോകാൻ പറ്റില്ല. ആർക്ക്? കൃഷ്ണന്. തൻ്റെ ഉള്ളിലുള്ള കൃഷ്ണൻ, അതായത് ബാലാഗ്രശലവാകസ വിസ്തരസയോഗോ ജീവ, ആ കൃഷ്ണനെ വിധാരണം ചെയ്തു. ഇനി എൻ്റെ ഭാവാർത്ഥം നമ്മളെ മനസ്സിൽ പതിഞ്ഞു വിചാരിക്കുക. ഭീഷ്മരുടെ യോഗം നമുക്കും കിട്ടും. എന്താ ഭീഷ്മരുടെ യോഗം? സ്വച്ഛന്ത മൃത്യു, ജനന മരണങ്ങളില്ലാത്തൊരവസ്ഥ. ഉത്തരായണം വന്നപ്പോൾ തന്നോടുകൂടെ ചേർന്ന് രഥത്തിലിരുന്ന് യുദ്ധം ചെയ്യുന്ന അനേകം രഥികളെ സംരക്ഷിച്ച് എതിർകക്ഷികളോട് യുദ്ധം ചെയ്ത മഹാവീരനായ ഭീഷ്മരെ അനേക ധർമ്മോപദേശങ്ങളിൽ വ്യാപരിക്കുന്ന വാക്കുകളെ അടക്കി പ്രകാശമുള്ള മഞ്ഞപ്പട്ടു, അതായത് വാക്കുകളെ അടക്കി, ഉപദേശം കഴിഞ്ഞു. ആ ഉപദേശങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രകാശമുള്ള മഞ്ഞപ്പട്ടുകൊടുത്ത് 4 കൈകളെ പ്രകാശിപ്പിച്ച് മുൻഭാഗത്തിലിരിക്കുന്ന ആദിപുരുഷനായ ശ്രീകൃഷ്ണനിൽ മറ്റു വിഷയത്തിൽ നിന്ന് വേർപെടുത്തിയിരിക്കുന്ന മനസ്സിനെ ദൃഢമാക്കി ഉറപ്പിച്ചു. അപ്പോൾ ഭാഗവതം പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനാൽ പറഞ്ഞതും ഭഗവാനെപ്പറ്റി പറഞ്ഞതുമായിട്ടുള്ള ഭാഗവതം പഠിക്കുമ്പോൾ സമയം നഷ്ടം വന്നു എന്നുള്ളൊരു ബോധമല്ല വേണ്ടത്. അവരവർക്ക് മോക്ഷം കിട്ടാൻ പോണു എന്നുള്ള ഒരു നിലന്നെ വേണം. കാരണം ഭാഗവതം പഠിച്ചു കഴിഞ്ഞാൽ ഭാഗവതത്തെ ഇതിവൃത്തം ധർമാർത്ഥ കാമ മോക്ഷമാണ്. അഹം ബ്രഹ്മാസ്മിയിലേക്ക് സ്വയം ഉയർത്തപ്പെടുകയാണ്. വേറൊരാൾക്ക് നമ്മളെ ഉയർത്താൻ പറ്റില്ല, വീഴും നമ്മൾ.
അവരവർ സ്വയം ഉയരുക. അടുത്ത ശ്ലോകം എഗെയിൻ. ഇനി ഇവിടുന്ന് എൻ്റെ കൺവട്ടത്ത് 1, 2, 3, 4 ഒക്കെ 4 പേര് ശ്ലോകം, ഈ 2 പേജിലും കൂടിയിട്ട്. 31-ാമത്തെ ശ്ലോകം. വിശുദ്ധയാ ധാരണയാ ഹതാശുഭസ്തദീക്ഷയൈവാശുഗതായുധവ്യഥ നിവൃത്ത സർവേന്ദ്രിയവൃത്തി വിഭ്രമസ്തുഷ്ടാവജന്യം വിസൃജൻ ജനാർദ്ദനം. വിശുദ്ധയ എന്നാണ് ഞാൻ പറഞ്ഞത് തെറ്റി. വിശുദ്ധയാ ധാരണയാ ഹതാശുഭ തദീക്ഷയൈവാശുഗതായുധവ്യഥ നിവൃത്ത സർവേന്ദ്രിയവൃത്തി വിഭ്രമസ്തുഷ്ടാവജന്യം വിസൃജൻ ജനാർദ്ദനം. ജനാർദ്ദനം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മർദ്ദിക്കുന്നവനാണ്. എന്താ അങ്ങനെ ഒരു വാക്ക് വരാൻ കാരണം ഭഗവാന്? എന്തിനാ ഭഗവാൻ നമ്മളെ മർദ്ദിക്കണത്? നമ്മൾ നന്നാവാൻ. അച്ഛനമ്മമാർ നമ്മളെ മർദ്ദിച്ചിട്ടില്ലെങ്കിലും ജനാർദ്ദന എന്നുള്ള ശബ്ദം മനസ്സിൽ വരുമ്പോൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ഞാൻ പ്രകൃതിയുടെ നിയാമകനായിരിക്കുന്ന ഭഗവാന്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ പ്രീതികരമായി സമൂഹത്തെ സേവിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഭഗവാനിൽ നിന്ന് അടി കിട്ടും എന്നുള്ളൊരു ബോധ്യം നമ്മുടെ സ്മരണയിൽ ഉണ്ടാവണം. അതാണ് ജനാർദ്ദന എന്നുള്ളത്. അപ്പം നമുക്ക് അതിൻ്റെ അർത്ഥതലത്തിലേക്ക് പോവാം. പരിശുദ്ധമായ ഭഗവത് സ്വരൂപത്തിൻ്റെ ധാരണ നിമിത്തം ഹനിക്കപ്പെട്ട അശുഭങ്ങളോടുകൂടിയവനായി. എപ്പോൾ നാരായണ ശബ്ദം മുഴക്കാൻ സാധിച്ചുവോ ലജ്ജയില്ലാണ്ട് മനസ്സിലുള്ള പാപഭംഗിലമായ അവസ്ഥകൾ പമ്പ കടന്നു. അപ്പോൾ ഹനിക്കപ്പെട്ട അശുഭങ്ങളോടുകൂടിയവനായി അവൻ്റെ, അതായത് കൃഷ്ണൻ്റെ കടാക്ഷത്താൽ തന്നെ ക്ഷണത്തിൽ പെട്ടെന്ന് ഇല്ലാതെയായ യുദ്ധക്ലേശത്തോടു കൂടിയവൻ. ഈ 10 ദിവസമാണ് അദ്ദേഹം യുദ്ധം ചെയ്തത്. ആ 10 ദിവസം യുദ്ധം ചെയ്തിട്ടുള്ള ശാരീരിക ക്ലേശങ്ങളൊക്കെ പോയി. അപ്പോൾ യുദ്ധക്ലേശത്തോടു കൂടിയവനായി സകലേന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങൾ നിമിത്തമുള്ള പരിഭ്രമം നിവർത്തിക്കപ്പെട്ടവനായി. നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻസായി എപ്പോഴും നിവർത്തിക്കപ്പെടണം. ശരീരത്തെ ഉപേക്ഷിക്കുന്നവനായിട്ട് ശ്രീകൃഷ്ണനെ ഭീഷ്മർ സ്തുതിച്ചു. എന്താണ് അതിൻ്റെ ഭാവാർത്ഥം? ഒന്നുകൂടി ഞാൻ പറയാം. ഏറ്റവും ശുദ്ധമായ ഭഗവത് സ്വരൂപത്തെക്കുറിച്ചുള്ള ധാരണയാൽ. അപ്പോൾ ഏത് പ്രായത്തിലും കാമുകൻ കാമുകിയെയോ കാമുകി കാമുകനെ സ്മരിക്കുന്നുണ്ടെങ്കിൽ അത് ആ സ്മരണ ഈശ്വരനെ പറ്റിയിട്ടായിരിക്കണം. എന്നാൽ കാര്യങ്ങൾ നടക്കും. അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിവൃത്തി ഉണ്ടാവും, അല്ലെങ്കിൽ അടി കിട്ടും. അതായത് അങ്ങനെയുണ്ട്. കാമുകിക്ക് ആങ്ങളമാരുണ്ടെങ്കിൽ ഇവൻ അതിന് പ്രാപ്തിയില്ലാത്തവനാണെന്ന് അവരറിഞ്ഞാൽ തല്ലും. അപ്പോൾ കൃഷ്ണനാമം ജപിച്ചു കൊണ്ടിരിക്കുന്നവന് അവന് യോഗ്യമായ രീതിയിൽ അവകാശപ്പെടുന്ന ഒരാളോട് മാത്രമേ താല്പര്യം ഉണ്ടാവുള്ളൂ. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഏറ്റവും ശുദ്ധമായ ഭഗവത് സ്വരൂപത്തെക്കുറിച്ചുള്ള ധാരണയാൽ അശുഭം ഒഴിഞ്ഞു. ഭഗവാന്റെ കാരുണ്യ കടാക്ഷത്താൽ തന്നെ ആയുധമേറ്റിട്ടുണ്ടായിരുന്ന വേദന മുഴുവൻ നശിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പലവിധങ്ങളായ പരിഭ്രമങ്ങളും നിലച്ചു. ഈ വിധം ഇരിക്കുന്ന ഭീഷ്മർ ശരീരത്തെ ഉപേക്ഷിക്കുന്ന സമയത്തിൽ സകല ജനപാപങ്ങളെയും സംഹരിച്ച് സർവേശ്വരനായ ശ്രീകൃഷ്ണനെ കുറിച്ച് സ്തോത്രം ചെയ്തു. അപ്പോൾ ഭഗവാനെ സ്തുതിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ ഒരു ഇച്ഛയോ ഇച്ഛാഭംഗങ്ങളോ ഉണ്ടാവാൻ പാടില്ല. എന്നാൽ സ്തുതി നടക്കില്ല. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാവുകയാണ്. ഭഗവാന്റെ എന്താണെന്ന് പറയുക, ഐശ്വര്യത്തെ പ്രകീർത്തിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിന് ഉയരാൻ സാധിക്കണം. മനസ്സ് ഉയർന്നിട്ടില്ലെങ്കിൽ സ്തുതിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ഭീഷ്മാവാചാം. അടുത്ത ശ്ലോകം 32. ഇതി മതിരൂപകൽപ്പിതാ വിതൃഷ്ണ ഭഗവതി സാത്വത പുങ്കവേ വിഭുംനി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷീയദ്ഭവപ്രവാഹ. 32ാമത്തെ ശ്ലോകമാണ് പറഞ്ഞത്. ഇതി മതിരൂപകൽപ്പിതാ വിതൃഷ്ണ.
ഭഗവതി സാത്വത പുങ്കവേ വിഭൂംനി സസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷീയദ്ഭവപ്രവാഹം. അപ്പോൾ അതിൻ്റെ വാക്കർത്ഥം പറയുമ്പോൾ യാദവശ്രേഷ്ഠനും പരമസുഖസ്വരൂപനും. അപ്പോൾ ഭഗവൻ നാമങ്ങൾ ചെല്ലുമ്പോൾ ആ ഭഗവാന്റെ നാമത്തിൻ്റെ ഗുണഗണങ്ങളെ സാധകന് എത്തണം എന്ന് പറഞ്ഞാൽ പരമസുഖസ്വരൂപമാവും. നമ്മൾ പരമസുഖസ്വരൂപമാവും, പക്ഷെ നമ്മൾ ചെല്ലുന്നില്ല. അതുകൊണ്ട് നമ്മൾ പരമസുഖസ്വരൂപനാവണില്ല. അപ്പോൾ സ്വരൂപാനന്ദത്തെ പ്രാപിച്ചിരിക്കെ ചിലപ്പോൾ കളിപ്പാനായിക്കൊണ്ട് മായയെ പ്രാപിച്ചവനുമായ ഭഗവാനിൽ ആശയറ്റതായ മനസ്സിൻ്റെ ധാരണാവൃത്തി ഇപ്രകാരം സമർപ്പിതയായി യാതൊന്ന് പ്രകൃതിയെ സ്വീകരിക്കുക എന്നത് ഹേതുവായിട്ട് സൃഷ്ടിയാദി വ്യാപാരം, ഇങ്ങനെയാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെ ഭാവാർത്ഥത്തിൽ കൊണ്ടുവരുമ്പോൾ ഭീഷ്മർ ചെയ്ത ശ്രീകൃഷ്ണ സ്തുതി എന്താ എന്നാണ് പറഞ്ഞത്. വിശേഷ മഹിമയുള്ളവനും സ്വരൂപമായ ബ്രഹ്മാനന്ദത്തെ, സ്വരൂപം എൻ്റെയും നിങ്ങളുടെയും സ്വരൂപം എന്താ? ബ്രഹ്മാനന്ദം. അത് ഡെസ്റ്റിനിയിൽ വരാണ്ടിരിക്കാൻ കാരണം അവരവർ ചെയ്ത പാപം. അപ്പോൾ നമ്മളെന്ത് വേണം? കുറേ കൂടി ഊർജ്ജസ്വലതയോടുകൂടി നാരായണ നാരായണ ജപിക്കണം. അപ്പോൾ വിശേഷ മഹിമയുള്ളവനാണെന്ന് അറിഞ്ഞാൽ പിന്നെ അയാളെ മാറ്റാൻ പറ്റുമോ? പാടില്ല. ഇപ്പോൾ ദേവതാസങ്കല്പങ്ങളിൽ ഏറ്റവും വിശേഷ മഹിമയുള്ളവൻ സ്വരൂപം ബ്രഹ്മാനന്ദമായിട്ടുള്ളത് വിഷ്ണു മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ശ്രീരാമൻ. കാരണം ഞാൻ എന്താ മൂന്നും പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് വിചാരിച്ചിട്ട്. അപ്പോൾ പ്രകൃതിയിൽ നിന്നുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടല്ല, പ്രകൃതിയുടെ നിയാമകനായിരിക്കുന്ന ഭഗവാനിൽ ഈ അലിഞ്ഞു ചേരലാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ സ്വരൂപമായ ബ്രഹ്മാനന്ദത്തെ സദാ പ്രാപിച്ചിരിക്കുന്നവനും ജനന മരണ പരമ്പരയെ ഉണ്ടാക്കി തീർക്കുന്ന പ്രകൃതി സൃഷ്ടിയാദി ലീലകൾക്ക് വേണ്ടി. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രകൃതിയുടെ നിയന്താവായിരിക്കുന്ന ഭഗവാനിൽ ലയിക്കണം എന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ ജനന മരണമാകുന്ന പ്രവാഹത്തിൽപ്പെട്ട് നമ്മൾ ഒലയും. അതിന്ന് രക്ഷപ്പെടുത്താൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? ശിവന് സാധിക്കില്ല, ഭദ്രകാളിക്ക് സാധിക്കില്ല, ഇന്ദ്രന് സാധിക്കില്ല. അപ്പോൾ അതിനാണ് ശ്രീകൃഷ്ണ വചനം. അതുകൊണ്ടാണ് സ്വേച്ഛയാ സ്വീകരിക്കുന്നതും. അപ്പോൾ സൃഷ്ടിയാദി ലീലകൾക്ക് വേണ്ടി ചിലപ്പോൾ സ്വേച്ഛയാ സ്വീകരിക്കുന്നവനും ഇപ്പോൾ യാദവശ്രേഷ്ഠനായി അവതരിച്ചിരിക്കുന്നവനുമായ ശ്രീകൃഷ്ണ ഭഗവാനിൽ മറ്റൊരു വിഷയത്തിലും ചർച്ചയില്ലാത്തതായിരിക്കുന്ന എൻ്റെ ബുദ്ധി. അപ്പോൾ എൻ്റെ ബുദ്ധി വേറെ വല്ല സങ്കുചിതമായ കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ എനിക്ക് ഈശ്വര സ്മൃതി നിലനിർത്താൻ പറ്റില്ല. എണ്ണധാര പോലെ സ്മരണ വേണമെന്നാ, പിരിമുറിയാൻ പാടില്ല. അപ്പോൾ എൻ്റെ ബുദ്ധി ഇപ്രകാരം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് പ്രകൃതിയെ സ്വീകരിക്കുമ്പോഴാണല്ലോ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ വിഷ്ണു പുരാണത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, അനപത്യ ദുഃഖം ഉണ്ടാവാൻ 2 കാരണങ്ങൾ. ഒന്ന്, പൂർവജന്മത്തിൽ വിഷ്ണു ആരാധന കേമമായി ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ, ഈ ജന്മം പുത്രേഷണില്ല, ധാരേഷണ അർത്ഥേഷണ ഇല്ലാതെ ഉണ്ടാക്കിയിട്ട് മോക്ഷത്തെ പ്രാപിക്കുക. അതാണ് മഹത്തരമായിട്ടുള്ള അർത്ഥം. മറ്റേത് നമ്മൾക്ക് പുത്രേഷണ കുട്ടികളില്ല എന്നുള്ള അവസ്ഥ, ദുഃഖിക്കാനുള്ള അവസ്ഥ. അപ്പോൾ ഒരേ വസ്തു ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് വിഷ്ണു പുരാണം അല്ലെങ്കിൽ മഹാവിഷ്ണു പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണം. ഇനി 33ാമത്തെ ശ്ലോകം. ത്രിഭുവനമനം ത്രിഭുവനഗമനം ത്രിഭുവനഗമനം തമാലവർണം രവികര ഗൗരവരാംബരം ദധാനേ വപുരളകുലാവൃതാനനാബ്ജം വിജയസഖേരതിരസ്തു മേ അനവദ്യാ. ത്രിഭുവനഗമനം തമാലവർണം രവികരഗൗരവരാംബരം ദദാനേ വപുരളകുലാവൃതാനനാബ്ജം വിജയസഖേരതിരസ്തു മേ അനവദ്യാ. ഇതാണ് 2ാമത്തെ സ്തുതി.
മൂന്ന് ലോകങ്ങളിൽ വെച്ച് കമനീയമായും തമാലത്തിൻ്റെ നിറം പോലെയുള്ള നിറത്തോടു കൂടി, തമാലം മലമില്ലാത്തത്, നിർമ്മലം എന്നുള്ള അവസ്ഥ, സൂര്യകിരണം പോലെ പീത നിറമുള്ള ശ്രേഷ്ഠങ്ങളായ വസ്ത്രങ്ങളോട് കൂടിയതും കുറുനിരകളാൽ ഉപരിഭാഗത്തിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന മുഖാരവിന്ദത്തോടു കൂടിയതുമായ ശരീരത്തെ ധരിച്ചിരിക്കുന്ന അർജുനൻ്റെ സഖാവായിരിക്കുന്ന ശ്രീകൃഷ്ണനിൽ എനിക്ക് ദോഷമില്ലാത്തതായ ദോഷമില്ലാത്തതായ പ്രേമം ഭവിക്കട്ടെ. ദോഷമുള്ള പ്രേമമുണ്ട്, ദോഷമില്ലാത്ത. അപ്പം അതാണ് ഭാഗവതം പഠിച്ചാലല്ലേ ഏതിനാണ് ദോഷമില്ലായ്മ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അനവദ്യ എന്ന് പറഞ്ഞാൽ ദോഷമില്ലാത്തതായ പ്രേമം ഭവിക്കട്ടെ. അതിൻ്റെ ഭാവാർത്ഥം പറയാം. ശ്രീകൃഷ്ണമൂർത്തിയെ വർണ്ണിച്ചും കൊണ്ട് ആ മൂർത്തിയിൽ രതി ഉണ്ടാകവേണമെന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്ന് ലോകത്തിൽ വെച്ച് അതിമനോഹരവും തമാലം പോലെ ശ്യാമള നിറമുള്ളത്. അപ്പോൾ ശ്യാമളം എന്നുള്ളതിനാണ് ട്രാൻസ്പെറൻ്റ് എന്ന് ഞാൻ പറഞ്ഞത്. തമാലം പോലെ ശ്യാമള നീളമുള്ളതും ബാലസൂര്യപ്രഭ പോലെ പീതവർണ്ണ വസ്ത്രങ്ങളോടുകൂടിയതും നെറ്റിക്കുമീതെ ചുരുണ്ട് കിടക്കുന്ന കുറുനിരകളാൽ മറയ്ക്കപ്പെട്ടും താമരപ്പൂ പോലെ മനോഹരമായിരിക്കുന്ന മുഖത്തോടു കൂടിയതുമായ ശരീരത്തെ ധരിച്ച പാർത്ഥസാരഥിയിൽ ഫലകാംക്ഷ എന്ന ദോഷമില്ലാത്തത്. അപ്പോൾ അനവദ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫലകാംക്ഷ. അപ്പോൾ നമ്മൾ ഈ ഭാഗവത സപ്താഹത്തിൽ ഇന്ന ദിവസത്തിൽ ഇന്ന പൂജ ഇന്ന ഫലങ്ങളെന്ന് നമ്മൾ എഴുതാൻ പാടില്ല. 1 വട്ടം 2 വട്ടം 3 വട്ടം വെറുതെ അല്ല. എൻ്റെ ഗുരുനാഥൻ ചെറുക്ക, നീയെ പ്രൊഫഷണലായിട്ട് പോവരുത്, നീ അമേച്ചറായിട്ട് ഇരുന്നാൽ മതി എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? എൻ്റെ വത്സല ശിഷ്യൻ നശിക്കരുത് എന്നുള്ളൊരു താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഫലകാംക്ഷയന്യേ ദോഷമില്ലാത്തതായ പരമപ്രേമം എനിക്കുണ്ടാകണമേ. ഇനി 34 ശ്ലോകം. യുധി തുരഗരജോ വിധൂമ്രവിശ്വ കജലുളിതശ്രമവാര്യാലങ്കൃതാസ്യേ മമ നിശിതശരേർവിഭിദ്യമാനത് വജിവിലസൽ കവചേ അസ്തു കൃഷ്ണേ ആത്മാ. കൃഷ്ണ ആത്മാ, കൃഷ്ണനാണ് ആത്മാവ്. ഞാൻ അവിടെ നിന്നത് രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ മനസ്സിലാവും. യുധി തുരക രജോ വിധൂമ്ര വിഷ കജലുളിത ശ്രമവാര്യാലങ്കൃതാസ്യേ. ഞാൻ എന്തൊക്കെ വികൃതി യുദ്ധത്തിൽ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഒക്കെ അങ്ങ് ചിരിക്കുക ചെയ്യണത്. മമ നിശിത ശരീർ വിഭിദ്യമാനാ വജി വിലസൽ കവചേ മാനത് വജി വിലസൽ കവചേ അസ്തു കൃഷ്ണ ആത്മാ. അങ്ങയുടെ ശരീരത്തെ പിളർക്കുന്ന എൻ്റെ യുദ്ധവൈദഗ്ധ്യം കണ്ട് അങ്ങ് ചിരിച്ചിരുന്നു. അത് എന്നെ അപഹസിക്കുകയാണോ അതോ എന്നെ ബഹുമാനിക്കാച്ചാൽ എൻ്റെ യുദ്ധസാമർത്ഥ്യത്തെ പ്രകീർത്തിക്കുകയാണോ എനിക്കറിയില്ല എന്നൊക്കെ അർത്ഥം വരാം. നോക്കാം. അപ്പോൾ ഇവിടെ പറയണു, യുദ്ധത്തിൽ കുതിരകളുടെ കുളമ്പുകൾ തട്ടിപ്പൊങ്ങിയ പൊടികളാൽ ധൂമ്രനിറമായും അങ്ങുമിങ്ങും ഇളകിയിരിക്കുന്ന തലമുടികളിൽ വ്യാപിക്കപ്പെട്ടും വിയർപ്പ് ജലത്താൽ അലങ്കരിക്കപ്പെട്ടും ഇരിക്കുന്ന മുഖത്തോടു കൂടിയവനും എൻ്റെ മൂർച്ചയുള്ള ബാണങ്ങളാൽ വിഭേദിക്കപ്പെട്ട ത്വക്കോടു കൂടിയവനും മുറിവേൽപ്പിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവനും ശോഭിക്കുന്ന കവചത്തോടു കൂടിയവനുമായ കൃഷ്ണനിൽ മനസ്സ് ഭവിക്കട്ടെ. അസ്തു എന്ന് പറഞ്ഞാൽ ഭവിക്കട്ടെ എന്നാ. അപ്പോൾ മനസ്സ് ഭവിക്കട്ടെ.
തഥാസ്തു, തഥാ, അങ്ങനെ ഇരിക്കും, അങ്ങനെ താൻ എന്താ ആഗ്രഹിക്കണോ അത് ഭവിക്കട്ടെ എന്നാ. അപ്പോൾ ഞാൻ വേറൊരാൾ നശിക്കണം എന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞാൽ അസ്തു, അങ്ങനെ ആവട്ടെ, ഞാനാണ് നശിക്കുക. ഈ ഒരു ടിക്ലിഷ് ഇഷ്യൂ, ഗഹനമായിട്ടുള്ള പഠനം നമുക്ക് വരാത്തോടത്തോളം കാലം നമ്മൾ രക്ഷപ്പെടില്ല. അപ്പോൾ ഈ തഥാസ്തു, തഥാതൻ പറഞ്ഞ ഋഷി അവരവരുടെ ഒച്ചയിലുണ്ട് എന്നുള്ള കഥയുടെ പ്രാഗൽഭ്യം തന്നെ നമ്മളെ വാഞ്ചിയാണ്. നമ്മൾ മറ്റുള്ളവർ നിന്ദിക്കരുത്. ഇത് വലിയൊരു സംരംഭമാണ്. ഈ ഭാഗവത പഠനം എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല, വലിയൊരു സംരംഭമാണ്. അതിന് പ്രാപ്തി ഉണ്ടാവാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാണ് പറയുന്നത്. ജീവിത പരിചയം വലിയൊരു കാര്യമാണ്. ജീവിത പരിചയം ഇല്ലാതെ കണ്ട് കഥ പറഞ്ഞാൽ അല്ലെങ്കിൽ താത്വിക ചിന്തകൾ നമുക്ക് വരില്ല. ഒരു വിഷയമോ. അപ്പോൾ പാർത്ഥന് സാരഥ്യം വഹിച്ച ആ മനോഹര സ്വരൂപത്തെ തന്നെ വർണ്ണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരെ? ഭീഷ്മർ കൃഷ്ണനോട്. യുദ്ധത്തിൽ അർജുനൻ്റെ തേര് തെളിക്കുമ്പോൾ കുതിരകളുടെ കുളമ്പുകൾ തട്ടി പൊങ്ങുന്ന ധൂളികൾ വ്യാപിക്കയാൽ ധൂമ്രവർണ്ണമായും പുകപ്പൊടിച്ച മാതിരി അങ്ങുമെങ്ങും ചലിച്ചുകൊണ്ടുമിരിക്കുന്ന തലമുടികളിൽ തടഞ്ഞുകൊണ്ടിരിക്കുന്ന വിയർപ്പ് തുള്ളികളാൽ അലങ്കരിക്കപ്പെട്ട മുഖത്തോടും എൻ്റെ മൂർച്ചയുള്ള ബാണങ്ങൾ തട്ടി മുറിഞ്ഞിരിക്കുന്ന ശരീരത്തോടും രക്തവ്യാപ്തിയാൽ ശോഭിക്കുന്ന കവചത്തോടും കൂടിയ കൃഷ്ണനിൽ എൻ്റെ മനസ്സ് ദൃഢമായിരിക്കണമേ. അപ്പോൾ നമ്മൾ ഭഗവാനോട് എന്താ പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ മനസ്സ് അങ്ങയുടെ തിരുവാദപത്മത്തിൽ സുദൃഢമായിരിക്കണമേ. ഇത് അത്ര ആൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത് വേണം ഇത് വേണം എന്നുള്ള കച്ചവടം ചെയ്തു എന്നല്ലാണ്ട് എൻ്റെ മനസ്സ് ഭഗവാനിൽ സുസ്ഥിരമായിരിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. 35ാമത്തെ ശ്ലോകം പറഞ്ഞിട്ട് നിർത്താം. മൂഡിനനുസരിച്ച് അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞതല്ല നടക്കുക, ഭഗവാൻ വിചാരിക്കണത് നടക്കുള്ളൂ അല്ലേ. 35 സദപി സഖിവചോ നിശമ്യ മധ്യേ നിജപരയോർബലയോ രഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷ്ണ ഹൃദവതി പാർത്ഥസഖേ രതിർമമാസ്തു. സഭതി സഖിവചോ നിശമ്യ മധ്യേ നിജപരയോർബലയോ രഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷണാം ഹൃദവതി പാർത്ഥസഖേ രതിർമമാസ്തു. ഉടനെ ഇഷ്ടൻ്റെ വാക്കിനെ, സഖിവച അർജുനൻ്റെ വാക്ക് കേട്ടിട്ട് തൻ്റെയും ശത്രുവിൻ്റെയും സൈന്യങ്ങളുടെ നടുവിൽ തേരിനെ പ്രവേശിപ്പിച്ചിട്ട് നിൽക്കുന്നവനും ശത്രുസൈന്യത്തിൻ്റെ ആയുസ്സിനെ കണ്ണുകൊണ്ട് ഹരിക്കുന്നവനുമായ ഭഗവാൻ കൃപാലുവാണ് എന്ന് പറയുമ്പോൾ ഭഗവാൻ നമ്മളെ അവലോകനം ചെയ്താൽ നമ്മുടെ പാപം ക്ഷയിക്കും എന്ന് പറഞ്ഞാൽ ഭഗവാൻ പാണ്ഡവ പക്ഷത്ത് നിന്ന് കൗരവരുടെ പക്ഷത്തുള്ള യുദ്ധസന്നാഹത്തോട് കൂടിയിരിക്കുന്നവരെ ഒന്ന് വീക്ഷിച്ചപ്പോൾ തന്നെ അവർ മരിച്ചു എന്നാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വീക്ഷണം 2 തരത്തിലുണ്ട്. അനുഗ്രഹിക്കാനും നിഗ്രഹിക്കാനും വീക്ഷണമുണ്ട്. അത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ, നമുക്കറിയില്ല. അതുകൊണ്ടാണ് ശത്രു സൈന്യത്തിൻ്റെ ആയുസ്സിനെ കണ്ണുകൊണ്ട് ഹരിക്കുന്നവനുമായ അർജുന സാരഥിയിൽ എനിക്ക് പരമപ്രേമം ഭവിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈശ്വരനോട് പരമപ്രേമം വേണമെന്ന് പറയണത്? അദ്ദേഹം അച്യുതനാണ്, ച്യുതിരഹിതനാണ്. ഞാനും ഭാര്യയും, അല്ലെങ്കിൽ ഭാര്യയും ഞാനും, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ഭർത്താവും ആരായാലും സ്വയം നശിക്കുന്നവരാണ്, മനുഷ്യരാണ് നമ്മൾ. പക്ഷേ നമ്മൾ ആരെ പ്രാർത്ഥിക്കണം? അച്യുതനെ, ച്യുതിരഹിതനായിരിക്കുന്ന, അല്ലെങ്കിൽ ഭൂമിദേവിയുടെ പുരുഷനായിരിക്കുന്ന മാധവനെ, അല്ലെങ്കിൽ വൈകുണ്ഠനാഥനെ. ഇത്രയൊക്കെ അർത്ഥറിയണം. അല്ലാണ്ട് ഇതങ്ങോട്ട് വായിച്ചു തീർത്തിട്ട് എന്താ കാര്യം? മയക്കം കിട്ടി എന്താ കാര്യം? ജന്മം പാഴാവണോ? വേണ്ടല്ലോ. അപ്പം ജന്മം പാഴാവാതെ കണ്ടിരിക്കാൻ ഈശ്വരനെ അറിഞ്ഞ് സ്തുതിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോഴാണ് ഒരു നിയോഗം. എന്താ നിയോഗം? ഭാഗവതം മൂലം പറയേ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഭാവാർത്ഥം നമുക്ക് നോക്കാം.
യുദ്ധം ആരംഭിച്ച ഉടനെ അർജുനൻ പറഞ്ഞത് കേട്ട് തൻ്റെയും ശത്രുക്കളുടെയും സൈന്യങ്ങളുടെ നടുവിൽ തേർ നിർത്തി തൻ്റെ നോട്ടത്താൽ തന്നെ ശത്രുസൈന്യത്തെ ആയുസ്സിനെ അപഹരിച്ച പാർത്ഥസാരഥിയിൽ എനിക്ക് പരമപ്രേമമുണ്ടാകണമേ. ഇത് കർണൻ, ഇത് ദ്രോണൻ എന്നിങ്ങനെ അർജുനന് കാട്ടിക്കൊടുക്കുന്ന വ്യാജേന കാലസ്വരൂപനായ ഭഗവാൻ നോട്ടത്താൽ അവരുടെ ആയുസ്സിൻ്റെ അന്ത്യം വരുത്തി അർജുനന് വിജയം നൽകി എന്നുള്ള സാരത്താൽ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ വിശദമാക്കിയിരിക്കുന്നു. ആര്? ഭീഷ്മർ. അത് അത്രയും പ്രകീർത്തിക്കപ്പെട്ട ആളാണ് ഭീഷ്മർ. പരമശയിലെ എനിക്കും തൃപ്തിയായിട്ടില്ല, ഒരു ശ്ലോകം കൂടി പറഞ്ഞിട്ട് നിർത്താം. പരമശയിലെ ഐ ആം സോ ഹാപ്പി. വ്യവഹതിത പൃതനാമുഖം നിരീക്ഷ്യ വ്യവഹിത പൃതനാമുഖം നിരീക്ഷ്യ സ്വജനവധാദ് വിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതിമഹരദാത്മവിദ്യയാ യശ്ചരണരതി പരമസ്യ തസ്യ മേസ്തു. വ്യവഹിതപൃതനാമുഖം നിരീക്ഷ്യ സ്വജനവധാദ്വിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതിമഹരദാത്മവിദ്യയായ ശരണരതി പരമസ്യ തസ്യ മേ അസ്തു. എന്തതിൽ? ദൂരത്തുള്ള സൈന്യത്തിൻ്റെ മുൻഭാഗത്തെ നോക്കിയിട്ട് പാപഭീതി കൊണ്ട് സ്വജനങ്ങളുടെ വധത്തിൽ നിന്ന് വിമുഖനായിരിക്കുന്ന അവൻ്റെ, ആരുടെ? അർജുനൻ്റെ, ദീപാരാധന ശിവൻ്റെ, അതായത് എതിർപക്ഷിയുള്ളവർക്ക് മരണം ഉറപ്പിച്ചോളർത്ഥം. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ വിമുഖനായിരിക്കുന്ന അവൻ്റെ കുൽസിത ബുദ്ധിയെ ആത്മാവിൻ്റെ തത്വത്തെ ധരിപ്പിച്ചിട്ട്, കുൽസിത ബുദ്ധി ആയിരിക്കാം അർജുനന്. അയ്യോ, എൻ്റെ മുത്തശ്ശന്മാരെ അമ്മാവന്മാരൊക്കെ ഞാൻ എങ്ങനെ വധിക്കുക എന്നുള്ളത് കുൽസിത ബുദ്ധി. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്ത്? ആത്മവിദ്യ, ഗീത ഉപദേശിച്ചു. അതാണ് ആത്മാവിൻ്റെ തത്വത്തെ ധരിപ്പിച്ചിട്ട്. അപ്പോൾ ആത്മാവിൻ്റെ തത്വം അറിയണമെങ്കിൽ ഭഗവത്ഗീത പഠിക്കണം, ഭാഗവതം പഠിക്കണം, വേണ്ടേ? അപ്പോൾ യാതൊരുത്തൻ ഹരിച്ചുവോ പരമനായ അവൻ്റെ പാദഭക്തി എനിക്ക് ഭവിക്കട്ടെ. ശ്രീകൃഷ്ണൻ്റെ പാദഭക്തി എനിക്ക് ഭവിക്കട്ടെ. ഇനി ഇത് 2 പാരഗ്രാഫിലാണ് അർത്ഥം പറയാം, നോക്കാം. അതോടുകൂടി നിർത്താം. അതായത് സന്ധ്യയായി, എനിക്കും കാവിൽ വിളക്ക് വയ്ക്കണം. ശത്രു സൈന്യത്തിൻ്റെ ആയുസ്സിനെ ഒരു നോട്ടത്തിൽ അപഹരിച്ചിട്ട് മാത്രമല്ല അർജുനന് ജയം നൽകിയത്, അവൻ്റെ ദുഃഖഹേതുവായ അറിവില്ലായ്മയെ. അപ്പോൾ നമ്മുടെ അറിവില്ലായ്മയെ നശിപ്പിച്ചാലേ ഈശ്വരൻ പ്രസാദിക്കൂ. എനിക്കും വേണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ നക്ഷത്രം പറഞ്ഞ് പേരും പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ വകയാവട്ടെ, എനിക്ക് 1100 ഉറുപ്പ്യ അയക്കുമെന്ന് എനിക്കും പറയാം. അത് മാത്രമേ ചെയ്യില്ല. കാരണം എന്താ? എനിക്ക് 1100 ഭഗവാൻ തരുന്നുണ്ട്. എങ്ങനെ? അനുഗ്രഹമായിട്ട്. ഇത് പറയാണ്ട് പോയാൽ എനിക്ക് സമാധാനമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ വരുന്ന ദിവസം മുതൽ 1 മാസം നിങ്ങൾ ധനികനാവുന്നൊന്നും ഞാൻ പറയില്ല. ചിലവരുണ്ട്, തിരുമേനി എൻ്റെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഇതാ ഞാൻ ഗൂഗിൾ പേ ചെയ്യണം. എനിക്കങ്ങനെ ഒരു ധാരണയില്ല, ഉണ്ടാവില്ല. ഞാൻ അത്രയും സ്ട്രോങ് ആണ്, മനസ്സിലായില്ലേ? എൻ്റെ സമ്പത്ത് ഈശ്വരസ്മരണ എങ്ങനെ നിലനിർത്തും എന്നുള്ളത് മറ്റുള്ളവരെ ബോധിപ്പിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ്റെ ദുഃഖഹേതുവായ അറിവില്ലായ്മയെ നശിപ്പിച്ചിട്ടും ജയത്തെ ഉണ്ടാക്കിയെന്ന് അർജുനന് ഗീതയെ ഉപദേശിച്ചതിനെ സൂചിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉഭയസൈന്യങ്ങളുടെ മധ്യത്തിൽ നിന്ന് ദൂരെ നിൽക്കുന്ന ശത്രുസൈന്യത്തെ നോക്കിയ അർജുനൻ സൈന്യനായകന്മാരായി മുൻഭാഗത്ത് നിൽക്കുന്ന ഗുരുഭൂതന്മാരായ എന്നെയും, അതായത് ഭീഷ്മരെയും ദ്രോണർ, കൃപർ എന്നിവരെയും കണ്ടപ്പോൾ അവരുടെ വധം പാപകരമെന്ന് തോന്നി യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവാൻ ഭാവിച്ച ആ ബുദ്ധിമാന്യത്തെ
കൊല്ലുന്നവൻ ഞാൻ, കൊല്ലപ്പെടുന്നവൻ ഭീഷ്മാദ്യാചാര്യന്മാർ എന്നുള്ള അറിവില്ലായ്മയെ ആത്മവിദ്യയെ അവൻ ഉപദേശം ചെയ്ത് യാതൊരുത്തൻ നശിപ്പിച്ചുവോ ആ പരമപുരുഷൻ്റെ പാദപത്മങ്ങളിൽ എനിക്ക് പരമഭക്തി ഉണ്ടാകണമേ. മറ്റുള്ളവരുടെ അവിദ്യയെ നശിപ്പിക്കലാണ് നമ്മുടെ നിയോഗം. അത് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ ആ പരമഗുരുവിൻ്റെ തിരുപാദ പത്മത്തിൽ നിശ്ചലമായ ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ലോകഗുരുവായ ശ്രീകൃഷ്ണ ഭഗവാൻ സാധാരണ അജ്ഞന്മാർക്കുണ്ടാകുന്ന അഹന്ത, മമത എന്നീ ദോഷങ്ങളെ നീക്കി ധർമ്മവീരന്മാരാക്കുവാൻ, നമുക്ക് വീരത്വം എന്താ, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. അപ്പോൾ ധർമ്മവീരന്മാരാക്കുവാൻ സമർത്ഥമായ ഗീതാശാസ്ത്രോപദേശത്താൽ അർജുനനെയും തദ്വാര ലോകത്തെയും അനുഗ്രഹിച്ചതായ പരമകാരുണ്യത്തെ സ്മരിച്ചു. അതിനെ സ്മരിച്ചുകൊണ്ട് നമ്മൾക്ക് തൽക്കാലം ഇവിടെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.